السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن المجيد وما أرسلناك إلا رحمة للعالمين. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദ്മാരെ, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ഉദ്ദേശം ദിവസത്തിൽ ഒരു തണലും ലഭിക്കാത്ത സമയത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. സഹോദരങ്ങളെ, നമ്മളൊക്കെ കാത്തിരുന്ന പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന റമദാൻ നമ്മളൊക്കെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമദാൻ. ആ റമദാൻ മാസം നമ്മളിലേക്ക് എത്തുകയും അതിന്റെ 1/3 അതായത് റഹ്മത്തിന്റെ 10 കഴിയാൻ പോവുകയാണ്. അല്ലാഹുവേ, നീ നമ്മെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. നമ്മൾ ചെയ്ത അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഈ 3 മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബുൻ ശഹ്റുല്ലാഹ് വ ശഅബാൻ ശഹ്രി വ റമളാൻ ശഹ്റു ഉമ്മത്തി. റജബാകുന്നത് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ ആകുന്നത് നബി തങ്ങളുടെ മാസമാണ്, റമളാൻ ആകുന്നത് നബി തങ്ങളുടെ ഉമ്മത്തിന്റെ മാസമാണ്. മുഅ്മിനീങ്ങളെ, ഈ റമളാൻ നബി തങ്ങളുടെ ഉമ്മത്തിന്റെ മാസം എന്ന് പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തിൽ നബി തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെ തുറക്കുകയും മാത്രമല്ല നരകത്തിന്റെ കവാടങ്ങൾ അടക്കുകയും ശൈത്താനിന്റെ ചങ്ങലയിടുകയും മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ പോലത്തെ ഒരുപാട് പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ ഈ റമദാനിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ റമദാൻ നബി തങ്ങളുടെ ഉമ്മത്തിന്റെ മാസം എന്ന് പറയാനുള്ള കാരണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 7 വിഭാഗങ്ങളുണ്ട്. ഒരു ചാൻമുകളിൽ സൂര്യൻ ഉണ്ടാകുന്ന ഖിയാമത്ത് ദിവസത്തിൽ, ഒരു തണലും ലഭിക്കാത്ത ഖിയാമത്ത് ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗങ്ങൾക്ക് തണൽ നൽകുന്നതാണ്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്നാമതായി പറയുന്നു ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഇമാമാണ്. നീതിമാനായ ഒരു ഇമാമാണ്. വെളുത്തവൻ പോയാലും കറുത്തവൻ പോയാലും വെളുത്തവനിലേക്ക് സപ്പോർട്ട് ചെയ്യാതെ ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത് അവനിലേക്ക് വിധിക്കുന്നവനാണ് ഇമാമുൻ ആദിൽ. ഇമാമിന്റെ ഫാമിലി പോയാലും ഫാമിലി അല്ലാത്തവൻ പോയാലും ആരുടെ ഭാഗത്താണോ നീതിയുള്ളത് അവനിലേക്ക് വിധിക്കുന്നവനാണ് ഇമാമുൻ ആദിൽ. അവൻക്ക് ആ നീതിമാനായ ഒരു ഇമാമിന് ഖിയാമത്ത് ദിവസത്തിൽ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. രണ്ടാമതായി പറയുന്നു റജുലുൻ ശാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്. രണ്ടാമത്തേത് യുവാവാണ്. ആ യുവാവിന്റെ യുവത്വമൊക്കെ, അതായത് ആ യുവാവിന്റെ യൂത്ത് കാലമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ വേണ്ടി മാത്രമാക്കിയിരിക്കുന്നു. ഈ കാലത്തിലെ യുവാക്കളൊക്കെ നോക്കിയാൽ അധിക പേരും അങ്ങാടികളിലാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ. മൂന്നാമതായി പറയുന്നത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. അവന്റെ മൂന്നാമത്തേത് ഒരു പുരുഷനാണ്. ആ പുരുഷന്റെ കൽബ്, അതായത് ഹൃദയമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കും. അതായത് സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് മുമ്പ് പള്ളികളിൽ ആവശ്യങ്ങൾ തേടി നടക്കും. മാത്രമല്ല പള്ളികളിൽ ഇത്തികാഫിരിക്കും. മാത്രമല്ല പള്ളിയിലേക്ക് സദഖ നൽകും. ഇങ്ങനെ എല്ലാ കാര്യത്തിന്റെ ആദ്യത്തിലും പള്ളിയിലേക്ക് നോക്കുന്ന അയാൾക്ക് ഖിയാമത്ത് ദിവസത്തിൽ ഈ തണലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നാലാമതായി പറയുന്നത് റജുലാനി തഹാബ ഫില്ലാഹ് ഇസ്തമഅ അലൈഹി വ തഫറഖ അലൈഹി. 2 സഹോദരന്മാരാണ്. അവർ പരസ്പരം അല്ലാഹുവിന്റെ വിഷയത്തിൽ സ്നേഹിക്കുന്നു. ദർസിലേക്ക് അവർ ഒന്നിച്ചു പോകുന്നു. ദർസ് കഴിഞ്ഞാൽ അവർ വേർപെടുന്നു. അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി അവർ ഒന്നിച്ചാകുന്നു. അള്ളാഹുവിന്റെ ഇൽമ പഠിച്ചു കഴിഞ്ഞാൽ അവർ വേർപെടുന്നു. ഇങ്ങനെയുള്ള രണ്ടാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് ദിവസത്തിൽ തണൽ കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വ ജമാൽ. ഒരു പുരുഷനാണ്. ആ പുരുഷനെ ഒരു നല്ല സമ്പത്തുള്ള സ്ത്രീ, ഒരു സുന്ദരിയായ ഒരു സ്ത്രീ സിന ചെയ്യാൻ വിളിക്കുന്നു. പക്ഷേ ആ പുരുഷൻ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പുരുഷനും ഖിയാമത്ത് ദിവസത്തിൽ ഒരു തണൽ ലഭിക്കാത്ത സമയത്ത് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആറാമതായി പറയുന്നു, ഇതാണ് ഏറ്റവും സിമ്പിളും ഈസി ആയതും
റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖു യമീനുഹു. ഒരു പുരുഷൻ ഒരു സദഖ ചെയ്യലാണ്. അതെങ്ങനെ സദഖ ചെയ്യൽ? സദഖ ചെയ്ത് അതിനെ ആരോടും പറയാതിരിക്കലാണ്. ഏതുവരെ എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖു യമീനുഹു. വലത് കൈ കൊണ്ട് സദഖ ചെയ്താൽ ആ ചെയ്ത സദഖയെ ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ എത്ര ആൾക്കാരാണ് സ്ഥാപനങ്ങളിലേക്ക് പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് സദഖ ചെയ്യുന്നത്. മാത്രമല്ല അവർ വീട്ടിലേക്ക് മടങ്ങിയാൽ അതിനെ മാതാപിതാക്കളോടോ ഭാര്യ മക്കളോടോ പറയാതിരിക്കുന്നത്. അവസാനമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത ഐനാ. ഒരു പുരുഷനാണ്, അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നു, സന്തോഷം വന്നാൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അത് അവൻക്ക് ഖൈറായിരിക്കും. മാത്രമല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവൻ സബർ ചെയ്യുന്നു, അതും അവൻക്ക് ഖൈറായിരിക്കുന്നതാണ്. അങ്ങനെ എപ്പോഴും അവൻ ചെയ്ത പാപങ്ങളെ ഓർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പുരുഷനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് ദിവസത്തിൽ തണൽ കൊടുക്കുന്നതാണ്. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ 7 വിഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവിടെ കൂടിയതുപോലെ തന്നെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുമാറാകട്ടെ. اللهم اجعل هذا الشهر الظالم شهرا اعظم شهر شاهدا لنا لا شاهدا علينا. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته.